പച്ച പാവയ്ക്ക നിങ്ങൾ ഇതുപോലെ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണ ഇതൊന്ന് കഴിച്ച് നോക്കണേ. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു രസം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ കണ്ടോ ഒരു തുള്ളി എണ്ണ പോലും ആ പാത്രത്തിൽ ബാക്കി വരില്ല. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലും പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്, പാവയ്ക്ക പച്ച പാവയ്ക്ക വറുക്കാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ തന്നെ 2 ചെറിയ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വട്ടത്തിൽ നിന്ന് അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ കനം കുറച്ച് ഒരേ കനത്തിൽ അരിയണം. കനം കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനകത്തെ ആ കായുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ അതാ നമ്മുടെ പാവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. എന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള ആ കായും ഒക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇനി മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അപ്പോൾ എല്ലാം നമ്മൾ ഇതെല്ലാം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാനുള്ള മസാല ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂണ്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്. ഞാനിത് കാശ്മീരി ചില്ലി ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗരം മസാലപ്പൊടിയാണ്, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. ഇത് അരിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വറുത്ത അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ പാവയ്ക്ക വറുത്തത്. നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ. ഇത് ഞാൻ വിനാഗിരിയാണ് ചേർക്കുന്നത് കേട്ടോ. 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് നാരങ്ങാനീര് ചേർത്താലും മതി. ഇത് എണ്ണയാണ്, വെളിച്ചെണ്ണ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല, ഇരുന്നില്ലെങ്കിലും ഇത് നമുക്കൊപ്പം തന്നെ വറുത്തെടുക്കാം കേട്ടോ. നമ്മളൊരു പരന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ 2 സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ കേടാതിരിക്കാൻ വേണ്ടി ഞാൻ കുരുമുളക് പൊടിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ആ എണ്ണയിലെ കറുത്ത ഇത് കാണുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ പാവയ്ക്കയുടെ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് മുകളിൽ വെക്കരുത് കേട്ടോ, നിരത്തി തന്നെ വേണം ഇടാൻ. നമുക്കിതൊക്കെ മറിച്ചൊക്കെ ഇടേണ്ടതാണ്. മറിച്ചിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കണം. ഇതുപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുത്താൽ മതി. തീ ഒന്ന് കുറച്ച് വയ്ക്കണേ. 3 ലോ ടു മീഡിയം മതി. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് മുരിഞ്ഞു വരികയും ചെയ്യണം. നമ്മുടെ പാവയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മറിക്കാൻ സമയമാകുമ്പോൾ ഒന്ന് മറിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്കിതെല്ലാം ഒന്ന് മറിച്ച് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കി ഉടനെ കഴിച്ചാൽ നല്ല കരുമുരാന്നിരിക്കും. ഇത്തിരി താമസിച്ചാൽ തണുത്ത് പോയാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ണാൻ നേരത്തെ അത് വറുത്താൽ മതി. നമ്മുടെ പാവയ്ക്കെല്ലാം നമ്മളങ്ങനെ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇത് കുറച്ചധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. പിറ്റേ ദിവസം വറുത്താലും മതി. ഇപ്പോൾ 2 പാവയ്ക്ക മുഴുവൻ നമുക്ക് അന്നേരം തന്നെ വറക്കണമെന്നില്ലല്ലോ. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം. കണ്ടോ, നല്ല സ്മെല്ലാണ്. ഈ കറിവേപ്പിലയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആയി വന്നപ്പോഴൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്പിയായ പാവയ്ക്ക. ഞാൻ മുതൽ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറുണ്ണാൻ ഈ ഒറ്റ പാവയ്ക്ക വറുത്ത് മാത്രം മതി കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ.